ഹലോ, കൊച്ചുണ്ണി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് പ്രൊപ്പറേറ്റർ കോട്ടയം കൊച്ചുണ്ണി സ്പീക്ക്. ഡോ രാവിലെ തന്നെ തള്ളക്ക് വിളിക്കാടോ. ഡോ തന്റെ പന്ന പറട്ട ലൊക്കട വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഒരു പിച്ചക്കാരനും വാങ്ങിക്കില്ല. തന്റെ വണ്ടിയെ റോഡ് കണ്ട ഓക്കാനിക്ക്. പെട്രോളിന് വില കൂടിയപ്പോ പാം ഓയിൽ ഒഴിച്ച് വണ്ടി ഓടിച്ചവനല്ലടോ താൻ. എടാ തെണ്ടി, നിന്റെ വണ്ടി വല്ല സിനിമാക്കാർക്കും കൊണ്ടുകൂടെ. അവര് വല്ല നായകനെയോ വില്ലനെയോ ഇരുത്തി കൊക്കയിൽ തള്ളിക്കൊള്ളു, അല്ലെങ്കിൽ അമിട്ട് വെച്ച് പൊട്ടിച്ചോളൂ. വണ്ടി വിൽക്കലല്ല, റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്റെ ജോലി. തന്റെ വണ്ടി ഈ കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്നില്ല. ഫ്രോഡ് വേല എന്നോട് കാണിക്കരുത്. സ്ഥലം മെനക്കെടുത്താതെ താൻ വേഗം വണ്ടി എടുത്തോണ്ട് പൊക്കോ. ഇവിടെ ബെൻസ്, ടയോട്ട, ഇസൂസു ഒക്കെ ക്യൂ നിൽക്കുക. ക്യൂ 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 ക്യൂ, മനസ്സിലായോ? എടാ അന്തരു, ഇങ്ങോട്ട് വാടാ. എടാ കൊച്ചുണ്ണി, തനിക്ക് ഈടായിട്ട് കുറെ കൂടുന്നുണ്ട് കേട്ടോ. കൊച്ചുണ്ണി മുതലാളി എന്ന് വിളിയടാ. മുതലാളി മുതലാളിയും തൊഴിലാളി തൊഴിലാളിയുമാണ്. താൻ കുറെ ദിവസമല്ല വണ്ടി ചരിച്ചോണ്ടിരിക്കുന്നു. ഒരു പണിയും നടക്കുന്നില്ലല്ലോ. ഇക്കണക്കിന് ഞാൻ തന്നെ പിരിച്ചുവിടുന്ന ലക്ഷണമുണ്ട്. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. വേഗം ജോലി ചെയ്യടോ. ഉണ്ട് മടുത്തോനോട് ഉരുള വാങ്ങുന്നു, എണ്ണി മടുത്തോനോട് കാശ് വാങ്ങുന്നു. കാരണന്മാര് പറഞ്ഞ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചെരണ്ടാൻ നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. തൊഴിലാളികളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കൊച്ചുണ്ണി മുതലാളി. അതൊക്കെ പണ്ട്. ഈ കോട്ടയം കൊച്ചുണ്ണിയുടെ വർക്ക്ഷോപ്പിൽ മുതലാളിത്തമേ നടക്കൂ. അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നവരുടെ എല്ലാ അനുഭവം ഇതായിരിക്കും. നിന്നോടും കൂടെ ഒക്കെ ഞാൻ പറഞ്ഞത്. ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഇത് ഞാൻ തന്നെ തട്ടിപ്പോയനെ. ഏത് വായനാണാവോ കളി കണ്ട്. ഈ കളുതക്കുട്ടി കൊച്ചുണ്ണിനെ തന്നെ. വരണം സാർ, ഇരിക്കണം സാർ. എവിടുന്നാ? എടാ അന്തരുവേ. എന്താണോ കൊച്ചുണ്ണി? അല്ല മുതലാളി, സാറിനൊരു സ്പെഷ്യൽ ടീ. നിങ്ങളാണല്ലേ എന്റെ ഉടമസ്ഥൻ? അതെ, കൊച്ചുണ്ണി, കോട്ടയം കൊച്ചുണ്ണി എന്ന് പറയും. ഞാൻ വളരെ ഫേമസ് ആണ് സാർ. സാറിന്റെ വണ്ടിക്ക് എന്ത് പറ്റി? ഇഞ്ചിമണി, പാച്ചൂർ, റീബോറി? ഇല്ല, അതൊന്നും ഇല്ല. മദ്രാസ് വരെ ഓടിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ട്. ചെറിയൊരു മിസ്സിംഗ്. ചെറിയൊരു മിസ്സിംഗ്. എടാ അന്തരുവേ, ചായ വേണ്ട. വലിയ ഉപകാരം. കുറഞ്ഞത് 6 ദിവസമെങ്കിലും വേണ്ടി വരും. മാക്സിമം 2 days. എന്ത് വണ്ടിയാ? സ്റ്റാൻഡേർഡ് 2000. കഴിയുന്ന വേഗം കിട്ടണം. സ്റ്റാൻഡേർഡ് 2000 അല്ല, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത 5000 ഈ കൊച്ചുണ്ണിയുടെ കൈ കിട്ടിയാൽ സ്റ്റാൻഡേർഡ് വന്നിരിക്കും, ഇല്ല സ്റ്റാൻഡേർഡ് വരുത്തിയിടും. ഇതാണ് എന്റെ മദ്രാസ് അഡ്രസ്. വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് മദ്രാസിൽ എത്തിച്ചു തരണം. ഡ്രൈവർമാരുണ്ട്, പക്ഷെ ആരും വിശ്വസ്തരല്ല. ബുദ്ധിമുട്ടാണ്. ഇത് 5000 രൂപയുണ്ട്. വിശ്വസ്തരായ ഡ്രൈവേഴ്സ് ഉണ്ട് സാർ, വിശ്വസ്തരേ ഉള്ളൂ. വണ്ടി മദ്രാസിൽ എത്തിയാൽ 5000 കൂടി. എടാ അന്തരു, സാറിനൊരു സ്പെഷ്യൽ കൂൾ ഡ്രിങ്ക്സ് കൂടെ. വേണ്ട. വേണ്ടാന്ന് എന്റെ വർക്കർ. തനിക്ക് പരോൾ എത്ര ദിവസം കൂടിയുണ്ട്? തിങ്കളാഴ്ച വരെ. ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തണം. തിങ്കളാഴ്ച രാവിലെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാം. ആശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3500 രൂപ വേണം. 3500 രൂപ അല്ലേ? അതെ, കടമായിട്ട് മതി. എന്റെ കയ്യില് ധാരാളം പണമുണ്ട്. അത് ഞാൻ നിനക്ക് കടമായിട്ട് തരില്ല. കുഷ്ഠരോഗിയുടെ കയ്യിൽ വെണ്ണുണ്ടായിരുന്നു. നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാരെ തീറ്റിക്കാനല്ലടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കുന്നത്. അത് അയൊക്കെ തന്നെ തിന്നാനാ. ഞാൻ എന്തുറപ്പിമേ നിനക്ക് കാശ് തരും? നീ അത് എങ്ങനെ എനിക്ക് മടക്കി തരും? ആശാൻ അങ്ങനെ പറയരുത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. 1 കൊല്ലം കൂടിയേ ജയിലിലുള്ളൂ. തിരിച്ചു വന്നാൽ ഞാൻ തരും. തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും? നീ ജയിലിൽ നിന്നല്ലേ വരുന്നത്, ഗൾഫിൽ അല്ലല്ലോ. അല്ല ആശാനെ, തിരിച്ചു വന്നാൽ ഞാൻ ജോലി എടുത്തു തരും.
ജ്വാലിയ എന്ത് ജ്വാലി? 3500 രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. അതേത് വീട്? ആശാന്റെ വീടോ മറ്റാണോ? കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. ഇറങ്ങി പോടാ. എനിക്കിത് വേണം ആശാൻ. പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും, നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റിയപ്പോഴും, ഈർക്കില് കുത്തി കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റിയില്ല. എന്തുകൊണ്ട്? ഗുരുഭക്തി. ഞാൻ ഒരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല മുൻ കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഗോതമ്പുണ്ട നിന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും. ആശാനെ, ഞാൻ ആശാനെ ഒറ്റും. വീണ്ടും കാണാം. ഇവിടെ വെച്ചല്ല, സെൻട്രൽ ജയിലിൽ വെച്ച്. ഗുഡ് ബൈ. എന്റെ പൊന്നു മോനെ പിണങ്ങി പോവാണോ? ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ. സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ 3500 രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ. നീ വിചാരിച്ചോടാ? താനങ്ങനെ വിചാരിച്ചോടോ? ആ സത്യം. അത് തന്റെ വിവരക്കേടുണ്ടാ. പോയി വെള്ളം ചൂടാതെ നോക്കണോ. ആ, നിന്റെ പരോൾ എന്താ കഴിയുന്നത്? തിങ്കളാഴ്ച, അതായത് മൺഡേ. MONDAY. ആ, ഈ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. അടിച്ചു മാറ്റണ. എന്റെ തിണ്ണെ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ. ഇത് മദ്രാസ് ഒരാളുടെയാ. ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് 5000 രൂപ കിട്ടും. വളരെ സന്തോഷം ആശാനെ. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. ആ, ഇത് അലുവ പോലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ. നീ അത് കണ്ടാങ്ക്രസ് ആക്കരുത്. എന്താ ആശാനെ, എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. മദ്രാസ്, മദ്രാസ്, മദ്രാസ്. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം വഴി മദ്രാസ്. മദ്രാസ്, മദ്രാസ്, മദ്രാസ്. പുത്തൻ സ്റ്റാൻഡേർഡ് 2000 ആണ്. ബസ് ചാർജ് എന്നാൽ മതി. മദ്രാസ്, സേലം വഴി മദ്രാസ്. AC കാറാണ്. ചാനൽ മ്യൂസിക് ഉണ്ട്. മദ്രാസ്, സേലം വഴി മദ്രാസ്. വണ്ടി ഒന്ന് നോക്കി നിർത്താം. എന്തിനാ സാർ? ഓഹോ, ഞാനും ഇതങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. മലയാളികൾക്കൊക്കെ ഈ ഒരു കാര്യത്തിൽ വലിയ ഒഴിവിപ്പാ സാർ. താക്കോൽ ഇവിടെ ഇരിക്കട്ടെ. എന്താ കാര്യം?
കിടുവ പിടിക്കുന്നോളാ. നിന്റെയൊക്കെ അപ്പന്മാര് പൂജപ്പുര സെൻട്രലിൽ എന്നോട് ഉണ്ടാ. അവന്മാരെന്നോട് കളിച്ചിട്ടില്ല. ഞാൻ പരോളിലായി പോയ നിന്റെയൊക്കെ ഭാഗ്യം. ഒരു കാറ് മോഷ്ടാക്കള്.